എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. ഇന്ന് നമ്മൾ അവസാനം കണ്ടത് ഗാഥയുടെ സുജാതയുടെ അടുത്തേക്ക് പവിത്ര വരുവാണ്. പവിത്ര ഗ്ലാസ് ചായയൊക്കെ ആയിട്ടാ വരും. സുജാതയ്ക്ക് ചായ കൊടുത്തിട്ട് പറഞ്ഞു, ചായ കുടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോന്ന് പറ, ഇല്ലെങ്കിൽ ഞാൻ പഞ്ചസാര വേണേ ഇച്ചിരി ഇട്ടാലാന്ന് പറയണേ. കുഴപ്പമൊന്നുമില്ല, എന്തേലും കുറവുണ്ടെ പറയണം കേട്ടോ, അതൊക്കെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തോളാം എന്ന് പറയാണ്. ഒരു കുഴപ്പമില്ല, എനിക്കിവിടെ ഒരു പ്രശ്നമില്ല, എനിക്ക് കിട്ടാവുന്ന കൂടുതൽ പരിഗണന സ്നേഹം ഇവിടെ കിട്ടുന്നുണ്ട്. ലക്ഷ്മി ചേച്ചി ആണെങ്കിലും എപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് തിരക്കുന്നുണ്ടെന്ന് പറയാം. അതങ്ങനെയാ, ലക്ഷ്മി അമ്മയ്ക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. ഇവിടെ ഗാഥ വന്നു കഴിഞ്ഞപ്പോൾ ഗാഥയോട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഗാഥേനെ സ്വന്തം കുട്ടീനെ പോലെ തന്നെയല്ലേ ലക്ഷ്മി അമ്മ കണ്ടത്. പെട്ടെന്ന് ഗാഥയുടെ സുജാതയുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പവിത്ര. പിന്നീട് പറഞ്ഞു, ഗാഥയുടെ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് നോക്കിക്കൊണ്ടിരുന്ന ആ സുജാതയാൻ്റെ ആയിരിക്കുമല്ലേ. പാവം, അച്ഛനില്ലാത്ത കുട്ടീനെ വളർത്തി ഇത്രയും വരെ ആക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാട് പെട്ടിട്ടുണ്ടാവല്ലേ എന്ന് ചോദിക്കുക. ഇവിടെ ആണെങ്കിൽ മഹേശ്വരമ്മാവനാണെങ്കിൽ ഒത്തിരി ആൾക്കാരെ പാവങ്ങളെയൊക്കെ സഹായിക്കാറുണ്ട്. അപ്പം അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടി കാണുമായിരിക്കുമല്ലേ. നിങ്ങളും നല്ല രീതിയിൽ മഹേശ്വരൻ്റെ അമ്മാവൻ്റെ കയ്യിൽ നിന്ന് ഒരു തുക കൈപ്പറ്റിയിട്ടുണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് അവരുടെ രണ്ടുപേരുടെ മുഖം അങ്ങോട്ട് മാറി. ഇത്രയും പ്രതീക്ഷയില്ല. പവിത്ര ഇങ്ങനെ വെട്ടിത്തുറന്ന് ചോദിക്കുന്നു. നല്ലൊരു പങ്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അതെന്തോ ഒരു മുന വെച്ചൊരു സംസാരമാണോ എന്ന് ഗാഥയ്ക്ക് സംശയം വന്നു. പക്ഷെ ഗാഥയൊന്നും മിണ്ടിയില്ല. പക്ഷെ പവിത്ര ഇത് ശ്രദ്ധിച്ചു. അപ്പൊ എന്തോ ഒരു കള്ളത്തരമുണ്ട്. താൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ മുഖം എന്താ പെട്ടെന്ന് മാറിയത്. പവിത്ര പെട്ടെന്ന് പറഞ്ഞു, അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, അമ്മാവനെ എല്ലാവരും സഹായിക്കാറുണ്ട്. അപ്പൊ നിങ്ങളെ സഹായിക്കാറുണ്ടായിരിക്കും, കാരണം സ്വന്തം ജീവൻ രക്ഷിച്ച ആളുടെ ഭാര്യയും മോളും അല്ലേ, അപ്പൊ രക്ഷിക്കാതിരിക്കില്ല. അമ്മാവനിച്ച ദാനധർമ്മം ഒക്കെ നടത്തുന്ന ആളാണേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട എന്ന് പറയാണ്. അല്ല, എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് പവിത്ര അങ്ങോട്ട് പോവാണ്. ഈ സമയം ഗാദിയോട് സുജാത ചോദിച്ചു, അല്ല, അവരാ പറഞ്ഞതിന്റെ അർത്ഥം എന്താ, അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ മോളെന്ന് ചോദിക്കുകയാണ്. ഇല്ലമ്മേ, അത് നമ്മളന്ന് കാര്യമാക്കണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് വീട് മാറണം. അമ്മേനും കൊണ്ട് ഇവിടെ നിന്ന് കഴിയുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷൻ ആണെന്നുണ്ട്. പാവം ലക്ഷ്മിയമ്മ, ആ ലക്ഷ്മിയമ്മയുടെ മുഖം കാണുമ്പോൾ തന്നെ സങ്കടം വരുക. സുജാതൻ പറഞ്ഞു, എനിക്ക് അത് തന്നെയാ മോളെ, എനിക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമുക്ക് അപകടമാണ്. പോരാത്തിന് നിന്റെ അച്ഛനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ. പാവ ഈ മുറിയിലേക്ക് പോലും വന്നിട്ടില്ല. ഒരു പക്ഷെ പേടിച്ചിട്ടായിരിക്കും. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ ആരെങ്കിലും കേട്ടാലോ എന്നുള്ളൊരു ഭയം കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് പോലും വരാത്തെ. ഗാഥ പറഞ്ഞ ശരിയാമ്മ പറഞ്ഞേ, അച്ഛനെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് സങ്കടം. പാവം എൻ്റെ അച്ഛൻ അന്ന് ബാലാജിക്കെതിരെ മൊഴി കൊടുക്കാനായിട്ട് എന്നെ അന്ന് എത്ര റിസ്ക് എടുത്താൽ കൊണ്ടുപോയെന്നറിയോ. അന്ന് ശരിക്കും ഞാൻ ഒരു അച്ഛൻ്റെ സ്നേഹം എന്താന്ന് അനുഭവിച്ചേ. എനിക്ക് എല്ലാ കാലത്തും അത് കിട്ടണം ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെ ശരിയല്ലോ അമ്മേ. എന്നാലും കുഴപ്പമില്ല, അച്ഛൻ്റെ സ്നേഹം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അച്ഛൻ്റെ ജീവിതം നമുക്ക് തകർക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറയാം. പിന്നീട് പവിത്ര നേരെ ചെല്ലുന്ന പിങ്കിയുടെ മോഹിനിയുടെ അടുത്തേക്കായിരുന്നു. അതെ പിങ്കി ചേച്ചി, ഒരു കാര്യമുണ്ടെന്ന് പറയാം. എന്താ? ഞാനേ ചായ കൊണ്ടേ കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ സുജാതാൻ്റിക്ക്. എന്നിട്ടോ ഞാനിങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം വല്യച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. നീ എന്താ സംസാരിച്ചേ? അല്ല, മഹേശ്വരൻ വല്യച്ഛൻ കുറെ ദാനധർമ്മങ്ങളൊക്കെ നടത്തുന്ന ആളല്ലേ, അപ്പൊ അതിൻ്റെ ഒരു നല്ലൊരു പങ്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെ മുഖം അങ്ങോട്ട് പെട്ടെന്ന് മാറി. എന്തോ വല്ലാത്തൊരു ഞെട്ടൽ അവരുടെ മുഖത്ത് ഞാൻ കണ്ടെന്ന് പറയണം. ഓഹോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും എന്ന് പിങ്കി പറയാ. അല്ല, പിങ്കി മോൾ എന്താ ഉദ്ദേശിച്ചെന്ന് മോഹിനി ചോദിക്കുക. അല്ല, ഞാനേ എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നറിയാവോ? ഒരു പക്ഷെ അമ്മാവന് അവരുമായിട്ട് എന്തോ ഒരു പണമിടപാടുകളൊക്കെ ഉണ്ട്. അമ്മാവൻ കൈ അയച്ചവരെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നേ മിക്കവാറും അമ്മാവന്റെ ജീവൻ രക്ഷിച്ചതിന്റെ പേരിൽ അമ്മാവൻ ഇവരെ പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ടായിരുന്നു. ഗാഥയുടെയും ആ സുജാതാന്റിയുടെ കാര്യങ്ങളൊക്കെ ഇത്രയും നാളും അമ്മാവനാ നോക്കിക്കൊണ്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നേ. ഇതൊരു പക്ഷെ നന്ദയ്ക്കും അറിയായിരിക്കും. അതായിരിക്കും നന്ദ നമ്മളിൽ നിന്നെല്ലാം ഒളിച്ചു വെക്കുന്നത്. നന്ദ പതുക്കെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരിക്കും. നന്ദേനെ ആദ്യം കൊണ്ടുവന്നിട്ട് പിന്നെ അവരുടെ അമ്മേനെയും കൂടെ ഇങ്ങോട്ട് പതുക്കെ കൊണ്ടുവന്നായിരിക്കും. അങ്ങനെ ഇവിടെ നിർത്തി അവരെ നോക്കാനായിരിക്കും ഉദ്ദേശം. അപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ. ഇതിനും അപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്ന് അറിയില്ല. മോഹിനിയോട് ശരിയാണ്. കാരണം ഈ പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അത്ര വലിയൊരു എമൗണ്ടിന്റെ തിരിമറി നടക്കണമെങ്കിൽ, അല്ലെങ്കിലും ഈ വലിയേട്ടൻ ഇത് ആർക്ക് കൊടുത്തായിരിക്കും? ആർക്കെങ്കിലും കൊടുക്കാതെ ഇങ്ങനെ ഇത്രയും പണം പോകത്തില്ലല്ലോ. അത് എൻ്റെ കണക്ക് ചോദിച്ചപ്പോഴാണെങ്കിലോ ഇങ്ങോട്ട് കടിച്ച് ഞാൻ വരികയും ചെയ്യുന്നത്. ഞാൻ ആരുടെയും പണം എടുത്തിട്ടില്ല, ഞാനൊരു തിരിമറി നടത്തിയിട്ടുമില്ല, നിങ്ങളോട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണം. അപ്പം അതിനകത്ത് എന്തോ ഒരു കള്ളത്തരമുണ്ടെന്ന് എനിക്കും തോന്നിയതാ. ആണെങ്കിൽ ജഗന്നാഥൻ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിട്ടാണെങ്കിൽ മഹേശ്വരേട്ടനാണെങ്കിൽ ഒഴിഞ്ഞു മാറുകയോ ചെയ്തേ. അപ്പം പിങ്കി പറഞ്ഞാലും എന്തോ ഒരു കാര്യമില്ലാതില്ല. പിങ്കി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കണം.
ഗാഥനെ പതുക്കെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യണ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷെ നന്ദ ഒരു കാരണവശാലും അറിയരുത്. നന്ദ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അവൾ എപ്പോഴും ഗാഥയുടെ ഒപ്പം തന്നെയുണ്ട്. അങ്ങനെ ഗാഥ നന്ദ ഇല്ലാത്ത സമയത്ത് വേണം ഗാഥനെ അവിടെ നിന്ന് പൊക്കാനായിട്ട്. ഒരു പക്ഷെ ഗാഥയോട് ചോദിച്ചാൽ അവൾ മണിമണിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കും. അത് മാത്രമല്ല, നമ്മൾ ഇടയ്ക്ക് അവരുടെ മുറിയുടെ സുജാതാൻ്റിയുടെ മുറിയുടെ പുറത്ത് നമ്മുടെ ഒരു കണ്ണ് വേണം. അവരെന്തേലും സംസാരിക്കുന്നുണ്ടോ, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതൊക്കെ നമ്മൾ അറിയണം. അവർ സംസാരിക്കുന്നതിൽ എന്തേലും ഒരു കാര്യം വീണ് കിട്ടാതിരിക്കില്ല. നമുക്ക് ചിലപ്പം ഒരു പിടിവള്ളി ആയിരിക്കും അതെന്ന് പറയാം. പവിത്ര പറഞ്ഞു, അതൊക്കെ എനിക്ക് വിട്ടു തന്നേരെ. എൻ്റെ ഒരു കണ്ണ് എപ്പോഴും അവരുടെ മേൽ കാണും. അവരെന്ത് സംസാരിച്ചാലും ഞാൻ അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നോളെന്ന് പറയാം. മോഹിനി പറഞ്ഞു, അതിന് പിന്നെ നിന്നെ കഴിഞ്ഞിട്ടല്ലേ ആളെന്ന് പറയാണ്. പിന്നീട് സുജാത ഗാഥയും കൂടി ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് നന്ദ വരുന്നേ. നന്ദ വന്നു കഴിഞ്ഞപ്പം പവിത്ര വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണേ. ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു, അല്ലേ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പവിത്രയുടെ കാര്യമല്ലേ. പവിത്ര അങ്ങനെ ചിലപ്പോൾ വിടുവായുത്തരങ്ങളൊക്കെ പറയണ. അതൊന്നും ഓർത്ത് ആൻറ്റി വിഷമിക്കണ്ട കേട്ടോ, സങ്കടപ്പെടുവാൻ വേണ്ട. അധികം വൈകാതെ തന്നെ ഒരു വാടക വീട് എടുത്ത് അങ്ങോട്ട് മാറ്റാം. ഞാൻ ഗൗതം സാറിനെ ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേശ്വരൻ്റെ അടുത്തേക്ക് ലക്ഷ്മിയമ്മ ചെല്ലുമായിരുന്നു. ചോദിച്ചു, എന്താ മഹിയേട്ടാ? അവർ വന്നിട്ട് ഇതുവരെയായിട്ട് മഹിയേട്ടൻ ആ റൂമിലേക്കൊന്നും പോയി കയറി ചെന്നില്ല. അവരെന്ത് വിചാരിക്കും? ഒന്നെല്ലാം മഹിയേട്ടൻ്റെ ജീവൻ രക്ഷിച്ച ആളുടെ ഭാര്യയല്ലേ, അവർക്ക് സങ്കടമാവില്ലേ? മഹിയേട്ടനൊന്നും തിരിഞ്ഞു നോക്കാത്തപ്പോൾ അവർ വിചാരിക്കില്ലേ മഹിയേട്ടൻ ഇനിയിപ്പോൾ എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരിക്കും അവരോട് നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് കാര്യം ചെയ്യും, മഹിയേട്ടൻ വാ, ആ മുറിയിൽ പോയി അവരുടെ സുഖവിവരങ്ങൾ ഇങ്ങനെ അന്വേഷിക്കാൻ പറയണം. മഹേശ്വരൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല ലക്ഷ്മി, നീ പൊക്കോ. എന്താ മഹിയേട്ട അങ്ങനെ? മഹിയേട്ടൻ എന്താ എൻ്റെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ വന്നാല്, ഞാനല്ല കൂടെയുള്ളേ. പിന്നെ മഹിയേട്ടന് എനിക്കൊരു അവിശ്വാസക്കേടില്ല. മഹിയേട്ടന് ഞാൻ റൂമിൽ പോയിരുന്നോർത്ത് എനിക്കൊരു കുഴപ്പമില്ല. അവരുടെ സുഖവിവരം അന്വേഷിച്ചു വേണം. എന്താ കുഴപ്പം? എനിക്ക് മഹേശ്വരന് സംശയം തോന്നുമോ? മഹേശ്വരേട്ടൻ എനിക്ക് ഒരിക്കലും സംശയവും തോന്നത്തില്ല. അതോർത്ത് പേടിക്കൊന്നും വേണ്ട. എൻ്റെ മഹിയേട്ടൻ്റെ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കില്ലെന്നുള്ള കാര്യം എനിക്കറിയാൻ പാടില്ലെന്ന് ചോദിക്കുക. പെട്ടെന്ന് മഹേശ്വരനോട് ഉള്ളിലൊരു നീറ്റിലുണ്ടായി. പാവം ലക്ഷ്മി, തന്നെക്കുറിച്ച് അത്രമാത്രം വിശ്വാസമാണ്. ആ വിശ്വാസത്തെയാണല്ലോ താൻ തച്ചുടിച്ച്. പാവം, ചതി വേണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അങ്ങനെ മഹേശ്വരനെ ബലമായിട്ട് കൂട്ടിക്കൊണ്ടുവരിക. ഈ സമയത്ത് നന്ദയും ഗാഥയൊക്കെ മുറിയിലുണ്ടായിരുന്നു. അങ്ങനെ മഹേശ്വരൻ വന്നിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി പറഞ്ഞു, എന്താ മഹേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത്? അവിടെ ഇരിക്കാൻ പറയണം. അങ്ങനെ മഹേശ്വരനെ ആ കസേര പിടിച്ചിരുത്തോണം. മഹേശ്വരനെ വല്ലാത്ത ബുദ്ധിമുട്ട്. സുജാതയുടെ മുഖത്ത് നോക്കാൻ പോലും ബുദ്ധിമുട്ട്. അതിനേക്കാളും അപ്പുറം സുജാതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ സുജാതയുടെ കാൽച്ചോട്ടി വന്നിട്ട് ലക്ഷ്മിയമ്മയായിരുന്നു. അങ്ങനെ അവർ ഓരോ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സുജാത പറഞ്ഞു, ഈ മഹിയേട്ടൻ്റെ കാര്യമുണ്ടല്ലോ, ഈ മഹിയേട്ടന് ആകെ പടൊരു പേടി. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നിങ്ങൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് വിചാരിക്കും? ഞാൻ മഹിയേട്ടനോട് പറഞ്ഞേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, മഹിയേട്ടൻ പോയി വിവരങ്ങളൊക്കെ തിരക്കണം. ഒന്നുമില്ലല്ലോ മഹിയേട്ടൻ്റെ ജീവൻ രക്ഷിച്ചല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ മഹിയേട്ടനെ കുറിച്ച് അറിയത്തില്ല എന്നിട്ടാ. മഹിയേട്ടനാണ് ഇന്നൊരു പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും അങ്ങനെ നോക്കാറില്ല. എനിക്ക് എൻ്റെ മഹിയേട്ടനെ വിശ്വാസമാണ് എന്നൊക്കെ പറയുമ്പോൾ സുജാതയുടെ മുഖം വെള്ളറി വെളുത്തിരിക്കുകയാണ്. മഹേശനാണെങ്കിൽ ചവിത്താനും കടലിന് ഇടയ്ക്ക് പെട്ടൊരവസ്ഥയാണ്. എഴുന്നേറ്റ് ഓടാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ലാത്ത ഒരവസ്ഥയാണ്. പിന്നീട് പറഞ്ഞു, എനിക്ക് എൻ്റെ മഹേശ്വരൻ്റെ വിശ്വാസം ഉണ്ട് കേട്ടോ. ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ആണുങ്ങളെ തട്ടിയെടുക്കാൻ നടക്കുന്നത്. അതുപോലെ ചില ആണുങ്ങൾ ഭാര്യമാരുണ്ടെങ്കിലും വേറെ സ്ത്രീകളെ അന്വേഷിച്ച് പോകും. പക്ഷെ എൻ്റെ മഹിയേട്ടൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ അടിച്ച് ഓടിക്കുകയോ ചെയ്യണ്ടേ. എൻ്റെ മഹിയേട്ടൻ അങ്ങനെ ആയിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ എടുത്തില്ലെന്ന് പറയാം. ഇത് കേട്ട് ഞാൻ മഹേശൻ ഇരുന്നെടുത്ത് നിന്നങ്ങ് ഉരുകുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എഴുന്നേറ്റ് ഓടാൻ പോലും പറ്റാത്ത അവസ്ഥ. നന്ദയും ഗാഥയൊക്കെ പരസ്പരം നോക്കും. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ലക്ഷ്മിയമ്മ തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പറയണേ. അത് പക്ഷെ ഒന്നും അറിഞ്ഞോണ്ടല്ല പറയണേ. ലക്ഷ്മിയമ്മ ഇങ്ങനെ ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ അതങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നുള്ളൂ. പക്ഷെ അത് കൊള്ളുന്ന ആർക്കാ? മഹേശ്വരനോ സുജാതയ്ക്കോ അത് കൊള്ളുന്നേ. പക്ഷെ ഇവർക്ക് കൊള്ളുന്നുണ്ടെന്ന കാര്യമൊന്നും അറിയത്തില്ല. ലക്ഷ്മിയമ്മ ഭയങ്കര സന്തോഷത്തിലാണ് പറയണേ. പിന്നീട് മഹേശ്വരനോട് പറഞ്ഞു, ഈ സുജാത പറയണേ ഇവിടുന്ന് പൊക്കോളാന്ന്. ഞാൻ പറഞ്ഞു, അത് പെട്ടെന്നൊന്നും പോകണ്ട, ശരിക്കും ഒന്ന് ശരിയായിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സുജാതയ്ക്കാണ് വയ്യ. ഗാതമുളക്ക് കോളേജിലും പോകണ്ടല്ലേ. അതുകൊണ്ട് കുറച്ചൊക്കെ ഇവിടെ നിന്നിട്ട് അസുഖമൊക്കെ ശരിക്കും ഭേദമായിട്ട് പോയാൽ മതിയെന്ന്. ഇനി മഹിയേട്ടനും കൂടെ പറ, ഇവിടെ നിൽക്കാൻ പറ. മഹേശ്വരൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പറയണോ വേണ്ടയോ? മഹേശ്വരൻ പെട്ടെന്ന് അത് പിന്നെ അവർക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അവരെ പറഞ്ഞു വിടുന്നതല്ലേ ലക്ഷ്മി നല്ലത്. ഇതെന്താ മഹിയേട്ട ഇങ്ങനെ പറയണേ? ഒരു സ്നേഹമില്ലാത്ത പോലെ. അവരിവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? നമുക്കൊരു കുഴപ്പമില്ല. പിന്നെ പിങ്കിയുടെ മോഹിനിയുടെ കാര്യം അത് ശ്രദ്ധിക്കുക വേണ്ട. അവരുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നല്ലേ. അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യാനേ പോണ്ട. ഇവിടെ നിന്നോട്ടോ. മഹിയേട്ടന് ഒരു കുഴപ്പമില്ല. എത്ര കാലം വേണേലും ഇവിടെ നിന്നോ. ഞങ്ങൾ ആരും ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറയാം. പെട്ടെന്ന് മഹേഷിന്റെ ഉള്ളൊന്ന് കാളി. എൻ്റെ ഭഗവാനെ, എത്രയും പെട്ടെന്ന് ഇവർ പോയില്ലെങ്കിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല.
ഒരുപക്ഷെ ഗൗതമോ പിങ്കിയോ അല്ലെ സത്യങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മുമ്പേ താനായിരിക്കും തറവാട്ടിൽ നിന്ന് പോകേണ്ട വരുന്നത്. അതൊക്കെ ഓർത്തപ്പോൾ നെഞ്ചു നീറ് മഹേഷിന് ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.